ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനം എന്ന വിശിഷ്ടദാനം ഞങ്ങൾക്കേകിയ ദൈവമേ, കാലാകാലങ്ങളിൽ വചനത്തിലൂടെ ഞങ്ങളെ സാന്ത്വനിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ദൈവമേ, ഈ സായാഹ്നം ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ ഞങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ മനസ്സുകളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ നൊമ്പരങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവം വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടണമേ, ശക്തീകരിക്കണമേ, ആശ്വസിപ്പിക്കണമേ. വചന കേൾവി ധന്യമായൊരനുഭവമായി എന്ന സാക്ഷ്യത്തോടെ മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. 71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ 7ാം ദിനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ള അനിലാലച്ചൻ, ഈ കൺവെൻഷൻ യോഗങ്ങളുടെ പ്രസിഡന്റ് സുനിൽകുമാർ അച്ഛൻ, സെക്രട്ടറി പോൾരാജ് സാർ, വേദിയിലായിരിക്കുന്ന രാജയനച്ഛൻ, സ്നേഹമുള്ള ഡിസ്ട്രിക്ട് ചെയർമാൻ അച്ഛന്മാരെ, ഗായക സംഘാംഗങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊപ്പം ഈ കൺവെൻഷൻ യോഗത്തിൽ പങ്കുകാരനാകുവാൻ സ്വർഗീയ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യട്ടെ. 33 വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രക്രിയയ്ക്ക് ചുമതല വഹിച്ച രാജയനച്ഛൻ്റെ സാന്നിധ്യം നന്ദിയോടുകൂടെ ഓർക്കുന്നു. 26 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷ ആരംഭിച്ചത് പരണിയത്തെ ലെഗ് മെമ്മോറിയൽ ദേവാലയത്തിലാണ്. വീണ്ടും ഈ പ്രദേശത്ത് കടന്നു വന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. അനിലച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇപ്പോൾ ഞാൻ ചുമതല വഹിക്കുന്ന ഫ്രൈബുർഗിൽ, ജർമ്മനിയുടെ സൗത്ത് വെസ്റ്റേൺ ഭാഗത്തുള്ള പട്ടണത്തിലും, താൽക്കാലിക ചുമതല വഹിക്കുന്ന സ്വിറ്റ്സർലൻഡിലെ ബാസലിലും ക്രിസ്മസിന് നടന്ന ക്രിസ്മസ് കാരോൾ സർവീസിൽ അച്ഛൻ വരികയും പങ്കെടുക്കുകയും ചെയ്തു. CSIയുടെ പാസ്റ്ററൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അയക്കപ്പെട്ട നമ്മുടെ ശുശ്രൂഷകരെ കരുതുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യട്ടെ. ഞങ്ങളെ അവിടേക്ക് നിയോഗിക്കുമ്പോൾ അതിന് പറഞ്ഞൊരു കാരണമുണ്ട്. ദക്ഷിണ കേരളത്തിലേക്ക് ആദ്യമായി മിഷണറി വന്നത് റിംഗൽ ടൗബെ ഉൾപ്പെടെയുള്ളവർ ബാഡൻ വുട്ടൻബർഗിലാണ്. ആ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ഇന്ന് ഭാരതത്തിൽ നിന്ന് മിഷണറിമാരെ, അച്ഛന്മാരെ ആവശ്യമുണ്ട്. ഒരു ടേം അവിടേക്ക് പോകണമെന്ന് പറയുമ്പോൾ ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന ദേവാലയങ്ങൾ, വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേവാലയങ്ങൾ, ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെട്ട് സന്തോഷത്തോടെ പറഞ്ഞിരുന്നവർ മതമില്ലാത്തവർ എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിൻ്റെ മധ്യേ ലോകം മാറുമ്പോൾ ഇന്നും വചനം കേൾക്കുവാൻ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്ന താല്പര്യത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ തലമുറകൾ ഈ വചനത്തിൽ വേരൂന്നി വളരുവാൻ പശ്ചാത്തലമൊരുങ്ങേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സാധാരണ ഒരു കൺവെൻഷൻ യോഗം കഴിഞ്ഞതിന് ശേഷം നാം വീട്ടിലേക്ക് എത്തുമ്പോൾ കൺവെൻഷന് വരാത്തവർ നമ്മോടൊരു ചോദ്യം ചോദിക്കും: ഇന്ന് എന്തായിരുന്നു പ്രസംഗം? ഉത്തരം പറയുവാൻ ഒരു വാക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ ആരംഭിക്കാം. അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം, ഇന്ന് അച്ഛൻ പറഞ്ഞു കുറുക്കന്മാരെ സൂക്ഷിക്കുക. കുറുക്കന്മാരെ സൂക്ഷിക്കുക, ഒറ്റ വാക്കിലുള്ള പ്രസംഗമാണത്. അതിന് നിദാനമായി ഉത്തമഗീതം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ഉത്തമഗീതത്തെക്കുറിച്ച് നമുക്കറിയാം, സഭയും ദൈവജനവും തമ്മിലുള്ള ആത്മബന്ധത്തെ, പ്രേമബന്ധത്തെ, സ്നേഹബന്ധത്തെ പ്രഘോഷിക്കുന്ന ഒരു പുസ്തകമായും അല്ല, 2 സാധാരണ വ്യക്തികൾ തമ്മിലുള്ള ആഴമേറിയ സ്നേഹത്തെ ആഘോഷിക്കുന്നൊരു പുസ്തകമായും അതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ മുള്ളുകളുടെ ഇടയിൽ താമര പോലെ എൻ്റെ പ്രിയ എന്ന് ഒരാളും, കാട്ടുമരങ്ങളുടെ ഇടയിൽ നാരകം പോലെ എൻ്റെ പ്രിയനും എന്നാരംഭിക്കുന്ന ആ പ്രേമഗീതത്തിൽ 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുകയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ
ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. മുന്തിരി കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ മനോഹരമായി മണ്ണ് ശരിയാക്കി നല്ല മുന്തിരി തൈകൾ കൊണ്ടുവന്നു, മുന്തിരി തൈ നട്ടു, മനോഹരമായി പരിപാലിച്ചു, മുന്തിരി തളർത്തു, മുന്തിരി കായ്ച്ചു. ഈ മുന്തിരികൾ പറിച്ച് ആസ്വദിക്കുന്നത് കാത്തിരിക്കുകയാണ് അദ്ദേഹം. എന്നാൽ ശ്രദ്ധിക്കുമ്പോൾ ഓരോ ദിവസവും മുന്തിരി കുറയുകയാണ്. കള്ളന്മാരാരും വരുന്നില്ല, മോഷ്ടിച്ചു കൊണ്ട് പോകുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് മുന്തിരി കുറയുന്നതെന്ന് അന്വേഷിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോഴാണ് ഈ വേലിയുടെ ഇടയിലുള്ള ചെറിയ വിടവുകളിൽ നിന്ന് ചെറു കുറുക്കന്മാർ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറിയ കുറുക്കന്മാർ ആ മുന്തിരിത്തോട്ടങ്ങൾ നശിപ്പിക്കുകയാണ്. അവർ മുന്തിരി തിന്നുവാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ ആ മുന്തിരിത്തോട്ടങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കുറുക്കന്മാർ. ആ മുന്തിരി കർഷകൻ ചെയ്തത്, ഈ കുറുക്കന്മാർ അകത്ത് കയറാതിരിക്കുവാൻ കഴിയും വിധം വേലി ശക്തമാക്കി. കുറുക്കന്മാരെ പിടിച്ചു കൊണ്ടുപോകുവാൻ ക്രമീകരണങ്ങൾ ചെയ്തു. കുറുക്കന്മാർ പ്രവേശിക്കാതെ തൻ്റെ മുന്തിരിത്തോട്ടത്തെ സൂക്ഷിച്ചപ്പോൾ നല്ല മുന്തിരിയുടെ വിളവ് അദ്ദേഹത്തിനുണ്ടായി. പ്രിയമുള്ളവരെ, എന്താണ് ആ വാക്യത്തിൻ്റെ ഇന്നിൻ്റെ പ്രസക്തി? ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുകയാണ്, പക്ഷേ മുന്തിരിവള്ളിയെ നശിപ്പിക്കുന്ന കുറുക്കന്മാർ. ഏതൊരു കൺവെൻഷൻ യോഗത്തിലും നാം കടന്നു ചെല്ലുമ്പോൾ ആദ്യമായി നാം ഓർമ്മിപ്പിക്കപ്പെടുന്നത്, നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനം വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൽ ആശ്രയം കൈവിടാതെ പ്രത്യാശയോടെ ദൈവതിരുസന്നിധിയിൽ കടന്നു വരുന്നവരാണ്. ലോകത്തിൻ്റെ താങ്ങുകൾ, നമ്മെ താങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ ഓരോന്നായി നീങ്ങിപ്പോകുന്നത് കണ്ടനുഭവിക്കുന്നവരാണ് നമ്മളിൽ ചിലർ. ലോകക്കാരെല്ലാവരും കൈവിട്ട് കളയുന്ന, ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധമുള്ള ഏകാന്തതയുടെ ആഴങ്ങളിൽ വേദനിക്കുന്നവർ. അത് മുതിർന്നവർ മാത്രമല്ല, ഒറ്റയ്ക്കായി പോയവർ മാത്രമല്ല. ഇന്ന് രാവിലെയും ഒരു അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളോട് പറഞ്ഞു അവരുടെ കൊച്ചുമകളെക്കുറിച്ച്. അപ്പനും അമ്മയും ആഴമേറിയ തിരക്കാണ്. ആ തിരക്കിന് മധ്യേ കുഞ്ഞുമകൾക്ക് നൽകുവാൻ സമയമില്ല. അവൾ പറഞ്ഞറിയിക്കുവാനാകാത്ത ഏകാന്തതയിൽ ജീവിക്കുകയാണ്. സ്വന്തം സഹോദരർ തള്ളിക്കളയുന്ന അവസ്ഥ, അത് പാട്ടുകാരൻ്റെ മാത്രം അവസ്ഥയല്ല, അത് അനേകരുടെ ജീവിത അവസ്ഥയാണ്. എന്നാൽ അതിൻ്റെ ഒക്കെയും മധ്യേ യോസേഫിൻ്റെയും കുണ്ടിൽ വീണുപോയപ്പോഴും കാരാഗ്രഹത്തിലായപ്പോഴും കൈവിടാതെ കാത്തു പരിപാലിച്ചൊരു ദൈവം, ആ ദൈവം എൻ്റെ ദൈവം എന്ന് പാടുവാൻ, ആ പാട്ടുപാടി വചന ശുശ്രൂഷയ്ക്ക് ഒരുക്കുവാൻ കഴിയുന്ന നമ്മുടെ അവസ്ഥ. സായാഹ്നത്തിലും ഞാൻ കേട്ടത് അതുതന്നെയാണ്. എങ്ങനെയുണ്ട് ജീവിതം എന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോകുന്നു. ഒന്നും അങ്ങോട്ട് ശരിയായി വരുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ഈ കൺവെൻഷൻ യോഗം കഴിയുമ്പോഴൊക്കെയും എല്ലാം ശരിയാകും എന്നത് എൻ്റെ പ്രത്യാശയാണ്, എൻ്റെ പ്രതീക്ഷയാണ്. അന്ധകാരം ഭൂവിൽ വ്യാപിക്കുന്ന അനുഭവം അനേകരുടെ ജീവിത സാക്ഷ്യമാണ്. രാജാക്കളും നേതാക്കളും ശത്രുക്കളാകുന്ന അവസ്ഥ. ഞങ്ങളായിരിക്കുന്ന ആ സ്ഥലത്തിന് അടുത്തു തന്നെയാണ് ഉക്രൈനും കീവുമൊക്കെ. പലായനം ചെയ്യുന്ന അഭയാർത്ഥികൾ, ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് എവിടേക്ക് പോകണമെന്നറിയാതെ പലായനം ചെയ്ത് കണ്ണുനീരിൽ വേദനയിൽ ജീവിക്കുന്ന അനേകായിരങ്ങൾ ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുമ്പോൾ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നാം തുടർന്നും കേൾക്കുമ്പോഴാണ് സ്നേഹത്തെ ഇല്ലാതെയാക്കുന്ന, സാഹോദര്യത്തെ ഇല്ലാതാക്കുന്ന, സൗഹൃദത്തെ ഇല്ലാതാക്കുന്ന ചെറുകുറുക്കന്മാരെ സൂക്ഷിക്കുവിൻ, ഇല്ലായ്മ ചെയ്യുവിൻ, പിടിച്ചുകൊണ്ടുവരുവിൻ എന്ന ഉത്തമഗീതത്തിലെ ഈ വാക്ക് ശ്രദ്ധേയമാകുന്നത്. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും വീണുപോയാലും കൈവിടാത്തൊരു ദൈവം കൂടെയുണ്ട് എന്ന് നാം പാടുമ്പോഴും, ദൈവമേ ആ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കണമേ എന്നത് നമ്മുടെ പ്രാർത്ഥനയാകണം. എൻ്റെ മീതെ അവൻ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമാണ്, ഉത്തമഗീതം പാടുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റും സ്നേഹം വരണ്ടുപോയ ഒരുപാട് ജീവിതങ്ങൾ. ആരുമില്ല,
കൈക്ക് പിടിക്കുവാൻ ആരുമില്ല. 38 വർഷക്കാലം ആ നദീതീരത്ത് വെള്ളത്തിൻ്റെ ഇളക്കമുണ്ടാകുമ്പോൾ ഒന്ന് കൊണ്ടുപോകുവാൻ ആരെങ്കിലും ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് ആരെയും കിട്ടിയില്ല എന്ന് പറയുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന ആ മനുഷ്യനെ പോലെ ഇന്ന് നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട്. എനിക്കറിയാവുന്ന, നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ആരുമില്ല ആരുമില്ല എന്ന് പറയുന്നവർ. അടിപതറുന്ന യൗവനങ്ങൾ. ഈ ആഴ്ചയിൽ ഞങ്ങൾ മടങ്ങിയെന്നതിന് ശേഷം തന്നെ ഇന്നും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പലയിടങ്ങളിലും ലഹരിക്കെതിരെ മാർച്ചുകളാണ്, യാത്രകളാണ്. ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന തലമുറകളെക്കുറിച്ചുള്ള വേദനയും വേവലാതിയും, ഏകാന്തതയിൽ ചെലവഴിക്കുന്ന മധ്യവയസ്സുകളും ആരുമില്ലാത്ത വാർദ്ധക്യങ്ങളും. ഇവിടെയാണ് വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ഉയരുന്നത്. കുടുംബങ്ങളിൽ ഇന്ന് സ്നേഹം വരണ്ടു പോകുന്നുവെങ്കിൽ, കുടുംബജീവിതങ്ങൾ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, അവിടേക്ക് കയറിക്കൂടിയിരിക്കുന്ന കുറുക്കന്മാർ ഏതെല്ലാമെന്ന് ചിലപ്പോഴെങ്കിലും നാം തിരിഞ്ഞിരുന്ന് ചോദിക്കുകയും ആ കുറുക്കന്മാരിൽ നിന്ന് നമ്മെ രക്ഷിക്കേണ്ടത് മറ്റാരുടെയുമല്ല, നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിയുകയും വേണം. ചിലയിടങ്ങളിൽ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന പര്യായമാകേണ്ടുന്ന സഭ അനേക ഇടങ്ങളിൽ സാക്ഷ്യം നഷ്ടപ്പെട്ട് തലകുനിച്ച് നിൽക്കുന്നുവെങ്കിൽ, കയറിക്കൂടിയ കുറുക്കന്മാർ ഏത് എന്ന് തിരിച്ചറിയുവാനും ആ കുറുക്കന്മാരെ സഭയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുന്ന അനുഭവം നാം തിരിച്ചറിയുകയും വേണം. പകയും വിദ്വേഷവും ബന്ധങ്ങളെ താറുമാറാക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി നമ്മുടെ മുന്നിൽ ഉയരുന്ന ശ്രദ്ധേയമായ ചോദ്യങ്ങളാണ് ഈ ഒരു വാക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആരാധനയുടെ മാധുര്യവും കൂട്ടായ്മയുടെ സുഗന്ധവും സാക്ഷ്യത്തിൻ്റെ സൗന്ദര്യവും നാം ആസ്വദിച്ച ഇന്നലകൾ ഉണ്ടായിരുന്നു. ആരാധനയുടെ മനോഹാരിതയുടെ ആഴങ്ങൾ നമുക്കെവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് പോകട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽപ്പാനാകില്ല. നമ്മുടെ ഈ ആരാധനകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന സൗരഭ്യത്തിൻ്റെ ഇടങ്ങളാകണം. നമ്മുടെ ആരാധന ഇടങ്ങൾ നമ്മുടെ യുവാക്കൾ ആഹ്ലാദത്തോടെ ആരാധിക്കുന്ന ഇടങ്ങളാകണം. അതിന് നാം എന്തു ചെയ്യണമെന്ന് ഒരുമിച്ച് ചോദിക്കുന്ന അനുഭവമാകണം. നാം സ്വപ്നം കാണുന്നൊരു സഭ, നാം ആയിരിക്കുന്ന സഭ, അതിന് തമ്മിൽ അന്തരങ്ങളുണ്ടെങ്കിൽ നാം ആരാധിക്കുന്ന ദൈവം ആ അന്തരങ്ങളുടെ മധ്യേ പാലം പണിയുവാൻ കഴിയുന്നവനാണ്, രൂപാന്തരം പ്രാപിക്കുവാൻ കഴിയുന്നവനാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭാജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ എന്തു തന്നെ വേദനകളുടെ മധ്യേ, പടുകുഴികളുടെ മധ്യേ, അന്ധകാരത്തിൻ്റെ മധ്യേ നാം ആയിരുന്നാലും ഉത്ഥാനത്തിൻ്റെ അനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കല്ലറകൾ കടച്ചു വയ്ക്കുവാൻ കഴിയാത്ത പുത്തൻ പ്രകാശത്തിൻ്റെ, പുത്തൻ ആരംഭത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ്. ഉത്ഥാനത്തിൻ്റെ 8 തിരുനാളുകൾ കൺവെൻഷൻ യോഗങ്ങളിൽ വചന ശുശ്രൂഷയിൽ നാം ചെലവഴിക്കുമ്പോൾ അതെൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ സഭയുടെ ജീവിതത്തിൽ, എൻ്റെ ദേശത്തിൻ്റെ ജീവിതത്തിൽ എന്ത് രൂപാന്തരങ്ങളുണ്ടാകണം. രക്ഷകനെ രക്ഷകനൻ എന്ന് ഞാൻ ആസ്വദിച്ച് പാടുമ്പോൾ, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന് ഞാൻ ഉറക്കെ പാടുമ്പോൾ അതെപ്രകാരം സൗഭാഗ്യ ജീവിതം ആകണം എന്ന് നാം ചോദിക്കണം. 4 ചോദ്യങ്ങളാണ് പ്രിയരെ ഈ രക്ഷയുടെ ആഴങ്ങൾ തിരിച്ചറിയുവാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ തകർക്കുന്ന ചെറുകുറുക്കന്മാർ ഏതെല്ലാമാണ്? അനേകം വ്യക്തി ജീവിതങ്ങൾ ഇന്ന് കണ്ണുനീർ കയങ്ങളിലാണ്. എവിടേക്ക് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അനുഭവത്തിലാണ്, ഒറ്റയ്ക്കായി പോകുന്ന അനുഭവത്തിലാണ്, സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ്. യുദ്ധഭൂമിയിലായിരുന്ന 2 പട്ടാളക്കാരെ കുറിച്ചുള്ള അനുഭവം ഈ അടുത്ത കാലത്ത് നാം വായിച്ചതാണ്. കൊടുമ്പിരി കൊള്ളുകയാണ്. അതിർത്തിക്കപ്പുറത്തേക്ക് കടന്നൊരു സംഘം യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ വെടിയേറ്റ് സൈനികർ 3-4 പേർ താഴേക്ക് വീണു. ഇപ്പുറത്തെ വശത്ത് ഒരു സൈനികൻ അവിടേക്ക് ഓടുവാനായി ശ്രമിക്കുമ്പോൾ പട്ടാള മേധാവി പറഞ്ഞു, പോകരുത്, അപകടമാണ്, ചെല്ലുവാൻ നമുക്കാകില്ല, രക്ഷിക്കുവാൻ നമുക്കാവില്ല, അവർക്ക് വെടിയേറ്റ് കിടക്കുകയാണ്. പക്ഷേ പട്ടാള മേധാവി പറഞ്ഞത് വകവയ്ക്കാതെ ഈ ചെറുപ്പക്കാരൻ ഓടി അവിടെ വെടിയേറ്റ് കിടന്ന തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ കരങ്ങളിൽ കോരിയെടുത്തു. തിരികെ വരുവാനുള്ള ശ്രമത്തിൻ്റെ മധ്യേ അദ്ദേഹത്തിനും വെടിയേറ്റു.
വെടിയേറ്റെങ്കിലും ഈ രണ്ടുപേരെയും കൊണ്ട് അദ്ദേഹം ഇപ്പുറത്തെത്തി. ചികിത്സയ്ക്കായുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തോട് ചോദിച്ചു, വൈ ഡിഡ് യു ഡു ഇറ്റ്? നീ എന്തിനു വേണ്ടി ഇത് ചെയ്തു? ഈ മരണകരമായ അവസ്ഥയിലേക്ക് എന്തിനു വേണ്ടി നീ ചെന്നു? അവൻ പറഞ്ഞു, ഞാൻ ചെന്നു, എൻ്റെ പ്രിയ സുഹൃത്തിനെ എൻ്റെ മാറോട് ചേർത്തു. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ കാതുകളിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, നീ വരും എന്നെനിക്ക് ഉറപ്പായിരുന്നു, നീ വരും എന്നെനിക്ക് ഉറപ്പായിരുന്നു. പ്രിയരെ, അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നമുക്കെവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ജീവിതത്തിൻ്റെ സ്വാർത്ഥതയുടെ മധ്യേ ഒറ്റയ്ക്കാകുന്ന മനുഷ്യന് നല്ല കൂട്ടുകാരെ നഷ്ടപ്പെടുന്നൊരു ലോകം, ദിശാബോധം നഷ്ടപ്പെടുന്നൊരു ലോകം, ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നഷ്ടപ്പെടുന്നൊരു ലോകം. സ്നേഹമില്ലാത്ത ഭീതിതമായ ഇടങ്ങളിലേക്ക് അവർ സ്നേഹമില്ലാത്ത ഏത് പ്രവൃത്തിയും ചെയ്യുവാൻ, അത് അമ്മയാണെന്നോർക്കാതെ, അപ്പനാണെന്നോർക്കാതെ, സഹോദരങ്ങളാണെന്നോർക്കാതെ, അവരൻ ആരെന്നോർക്കാതെ വെടിവെച്ച് വീഴ്ത്തുവാൻ പോലും കഴിയുന്ന, ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് മാനവികത മരവിച്ചു പോയ ഇന്നിൻ്റെ ലോകത്ത് നിന്നാണ് നാം ഈ ചോദ്യം ഉയർത്തുന്നത്. എങ്ങനെയാണ് വ്യക്തി ജീവിതത്തിൽ കടന്നുകൂടിയ ഈ കുറുക്കന്മാരെ നാം തിരിച്ചറിയുക? ചിലയിടങ്ങളിൽ ക്ഷമിക്കാനാവാത്ത അവസ്ഥയാണ്. ചെറിയ ചെറിയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ 5 നിമിഷം കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പറഞ്ഞു തീർക്കുവാൻ കഴിയുന്ന ചെറിയ പ്രശ്നങ്ങൾ, അതിനെ വളർത്തി വിദ്വേഷവും വൈരാഗ്യവുമാക്കി മനുഷ്യരുടെ ഇടയിൽ തലകുനിച്ച് നിൽക്കുന്ന ശത്രുതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന അവസ്ഥയിൽ ആ വിദ്വേഷത്തിൻ്റെ വിത്തുപാകുന്ന ചെറുകുറുക്കന്മാരെ കാണുവാൻ നമുക്കാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പ്രിയരെ നാം ചോദിക്കേണ്ടതല്ലേ? ചിലരുടെ ജീവിതങ്ങളിൽ നിരാശയാണ്. എങ്ങനെ ജീവിക്കണം എന്ന് അന്വേഷിക്കുന്നതിന് പകരം അനേകം പേർ എങ്ങനെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മാനസിക ആരോഗ്യം ഒരുപാട് യുവാക്കളിൽ, കുഞ്ഞുങ്ങളിൽ പ്രതിസന്ധി ഉയർത്തുന്നുവെന്ന് അധ്യാപകർ നമ്മോട് പറയുമ്പോൾ, മാതാപിതാക്കൾ നമ്മോട് പറയുമ്പോൾ, ഓടിച്ചെല്ലുവാനൊരിടമില്ലാതെ, അവരുടെ വേദനകൾ പങ്കുവയ്ക്കുവാനൊരിടമില്ലാതെ ആശങ്കയുടെ ആഴങ്ങളിൽ അവർ ചെന്നെത്തുന്നതോ ഗൂഗിളിൻ്റെയും സാമൂഹിക മാധ്യമങ്ങളുടെയും ലോകത്തിലേക്കാണ്. അവരെ നേരായ വഴിയിലേക്ക് നയിക്കുവാൻ ചിലയിടങ്ങളിൽ കഴിയുന്നുവെങ്കിലും പലപ്പോഴും കഴിയാതെ പോകുന്ന അവസ്ഥകളുടെ മധ്യേ നിർമ്മിത ബുദ്ധി പുതിയ തലമുറയെ വഴി നടത്തുന്ന ഒരു ലോകത്തിൻ്റെ മധ്യേ ഇന്നത്തെ ജീവിതങ്ങളെ തകർക്കുന്ന, ഇന്നത്തെ വ്യക്തികളെ തകർക്കുന്ന ചെറു കുറുക്കന്മാർ ഏതെല്ലാമാണ്? ആ ചെറു കുറുക്കന്മാർക്ക് പേരിടാൻ നാം ശ്രമിച്ചാലോ? നമ്മുടെ മധ്യേ, നമ്മുടെ മുമ്പിൽ, നമ്മുടെ കേൾക്കുന്നവരുടെ അവസ്ഥയിൽ ഇന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ താറുമാറായത് ഞാൻ വരവിൽ അകത്തു നിന്ന് ചിലവഴിക്കുവാൻ മറന്നുപോയത് കൊണ്ടാണോ? എൻ്റെ ധാരാളിത്തം കൊണ്ടാണോ? എൻ്റെ മടി കൊണ്ടാണോ? ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. അഹംഭാവം ചിലരുടെ പ്രശ്നമാണെങ്കിൽ ആലസ്യം മറ്റു ചിലരുടെ പ്രശ്നമാണ്. മാതാപിതാക്കൾ നിരന്തരം ഓർപ്പിക്കും, പഠിക്കുക, ഈ സമയത്ത് പഠിക്കുക എന്നത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് കയറി വന്ന കുറുക്കന് ഒരൊറ്റ പേര് കൊടുക്കാൻ നമുക്കാകും. ആ പേരാണ് നാളെ. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നാളെ 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 നാളെ. ആ കുറുക്കൻ്റെ കൂട്ടാളിക്കൊരു പേര് കൊടുക്കാം, മറ്റന്നാൾ. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ, ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ, കറങ്ങി നടന്ന് ചുറ്റി നടന്ന് ഒടുവിൽ ജീവിതം എങ്ങുമെത്താതെ താറുമാറായി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും താമസിച്ചു പോയേക്കാം. കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, കുറെ കൂടി കൈകെട്ടി കിടക്ക. അങ്ങനെ പോയാൽ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും കടന്നു വരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തി. ഇവിടെ ദാരിദ്ര്യം, ഞാൻ ഏത് വീട്ടിലോട്ട് കയറണമെന്നൊക്കെ ചിന്തിച്ച് രാവിലെ റോഡിലൂടെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് ഇവിടെ ഉറക്കം, കൂർക്കം വലി. 8 മണിക്കും ഉറക്കം, കൂർക്കം വലി. 8:30ക്കും ഉറക്കം, കൂർക്കം വലി. കൂർക്കം വലി ദാരിദ്ര്യത്തെ പിടിച്ചു നിർത്തി. 10 മണിക്കും കൂർക്കം വലി. ദാരിദ്ര്യം വിചാരിച്ചു കയറാൻ പറ്റിയ ഇടം. വഴിപോക്കനായിരുന്ന ദാരിദ്ര്യം അകത്ത് കയറി താമസമാക്കുന്നു.
ദാരിദ്ര്യം ഒറ്റയ്ക്കും ഒരിക്കൽ വരില്ല. സദൃശവാക്യക്കാരൻ ഓർമ്മപ്പെടുത്തി, ദാരിദ്ര്യത്തിൻ്റെ കൂടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ആയുധപാണിയെ പോലെ കടന്നു വരും. അതിന് കാരണമെന്ന് പറയുന്നത് ഒരൊറ്റ കുറുക്കനാണ്, മടി എന്ന് നാം പേർ ചൊല്ലുന്ന കുറുക്കൻ. ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികൾ, ഒരുപാട് കലാലയ വിദ്യാർത്ഥികൾ മറന്നു പോകുന്ന അനുഭവങ്ങളാണത്. കോളേജ് അധ്യാപകരായിരുന്നവർ എൻ്റെ മുന്നിലിരിക്കും നമുക്കറിയാം, സെമിനറികളിൽ പഠിപ്പിച്ചവരിരിക്കും നമുക്കറിയാം. അന്ന് അവർ നിരന്തരം ഓർമ്മപ്പെടുത്തി, ജീവിതം ദൈവം നമ്മുടെ കയ്യിൽ തന്നൊരു മുത്താണ്. നീ സമരം ചെയ്തോ, നീ മറ്റു കാര്യങ്ങൾ ചെയ്തോ, പക്ഷേ മറ്റുള്ളവർക്കായി നിന്റെ ഭാവിയെ, നിന്റെ ജീവിതത്തെ നീ തച്ചുടയ്ക്കരുത് എന്ന് എബ്രഹാം ലിങ്കനോട് വിദ്യാർത്ഥികളുടെ ഒരു സംഘം ഒരിക്കൽ ചെന്ന് ചോദിച്ചു. ജീവിത വിജയത്തിന് ഞങ്ങൾ ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങൾ പറഞ്ഞു തരണം. എബ്രഹാം ലിങ്കൻ പറഞ്ഞു, നിങ്ങൾ ആരാണ്? വിദ്യാർത്ഥികൾ. ഒന്നാമത് പഠിക്കുക, രണ്ടാമത് പഠിക്കുക, മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിക്കുക. അതാണ് നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ ഉത്തരവാദിത്വം. പ്രിയമുള്ളവരെ, ഈ കുറുക്കന്മാർക്ക് ഒരുപാട് പേരുകൾ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. പക്ഷെ ഒരു നിമിഷം സ്വയം വിലയിരുത്തി നാം ചോദിക്കേണ്ടത്, എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന കുറുക്കൻ ഏതാണ്? എൻ്റെ ജീവിതത്തെ ദൈവതിരുസന്നിധിയിൽ വിജയമാക്കുന്നതിന് പകരം പരാജയത്തിൻ്റെ ആഴക്കയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുറുക്കൻ ഏതാണ് എന്ന ചോദ്യം നാം നിരന്തരം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. ലഹരി ചിലരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയായി ആരംഭിക്കുന്നു. പക്ഷേ ആ ലഹരി എന്ന പ്രതിസന്ധി, എന്ന ആ മഹാമാരി ഇന്ന് എത്രയോ ജീവിതങ്ങളെ തച്ചുടയ്ക്കുന്നത് കൺമുമ്പിൽ കണ്ടിട്ടും അത് നാളെ എൻ്റെ വീട്ടിനുള്ളിലേക്കും കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു വിപത്താണെന്നറിഞ്ഞിട്ടും ആ ചെറു കുറുക്കനെ ചെവിയിൽ തൂക്കി പുറത്തെറിയുവാൻ ഒരുപാട് പേർ ശ്രമിച്ചിട്ടും ആ കുറുക്കനും അഭയം കൊടുക്കുവാൻ തയ്യാറുള്ളവരുടെ ലോകം. പ്രേമത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നമ്മുടെ മുന്തിരിവള്ളികൾ തളിർക്കുകയാണ്, പൂക്കുകയാണ്. അത് മനോഹരമായ പഴങ്ങളായി മാറുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചെറു കുറുക്കന്മാരെ പിടിച്ചു കളയേണ്ടത് അനിവാര്യമാണെന്ന് തിരിച്ചറിയുന്ന ആ സ്നേഹനിധിയെ ഇന്ന് നാം വീണ്ടും ഓർക്കണം. രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ കുടുംബജീവിതങ്ങളെ തകർക്കുന്ന ചെറു കുറുക്കന്മാർ ഏതെല്ലാമാണ്? നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കുന്ന ചെറു കുറുക്കന്മാർ. വിവാഹം കഴിഞ്ഞു, ഒരാഴ്ചയായതേയുള്ളൂ, പക്ഷേ മതിയായി എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ, വിവാഹം തന്നെ വേണ്ട എന്ന് തീരുമാനിക്കുന്നവർ, എൻ്റെ മകൾക്ക് വിവാഹം വേണ്ട എന്ന് പറയുകയാണ്. അച്ഛൻ ഒന്ന് ഉപദേശിക്കണം, മാതാപിതാക്കളുടെ അഭ്യർത്ഥനയാണ്. ഉപദേശിക്കുവാൻ തയ്യാറായ ഒരു നാൾ അച്ഛൻ ആ പ്രിയ മകളെ കണ്ടു. അവൾ പറഞ്ഞു, അച്ഛാ, നിങ്ങളെയൊക്കെ കാണുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും നല്ല ചിരിയാണ്, വലിയ സന്തോഷമാണ്, പക്ഷേ ഞങ്ങളുടെ വീട്ടിനുള്ളിൽ നരകമാണ്. അവിടെ സന്തോഷമില്ല, അവിടെ വെല്ലുവിളികളാണ്, പ്രതിസന്ധികളാണ്, ദേഷ്യമാണ്, പകയാണ്. അതാണ് വിവാഹമെങ്കിൽ എനിക്ക് ആ വിവാഹം വേണ്ട. പ്രിയരെ, തകർന്ന ബന്ധങ്ങളുടെ മധ്യേ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതങ്ങളെ ഇന്ന് കാർന്നു തിന്നുന്ന ചെറു കുറുക്കന്മാർ ഏതെല്ലാമെന്ന് ഇടയ്ക്കൊക്കെ ഒരുമിച്ച് ചിന്തിക്കുകയും ആ ചെറു കുറുക്കന്മാർക്കെതിരെയുള്ള പോരാട്ടം അത് ആ കുടുംബത്തിൻ്റെ മാത്രമല്ല, അത് ഈ സമൂഹത്തിൻ്റെ തന്നെ ആവശ്യമാണെന്ന് നാം തിരിച്ചറിയുകയും ചെയ്യേണ്ടത്. ആശയവിനിമയ പ്രതിസന്ധികൾ ഇന്ന് ഒരുപാടിടങ്ങളിൽ ഒരു യാഥാർത്ഥ്യമാണ്. ആദ്യ സ്നേഹം എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ജീവിതം വെറും യാന്ത്രികമായി മാറുന്നു, ചടങ്ങുകളായി മാറുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, വൈകുന്നേരം കിടന്നുറങ്ങുന്നു, അതിനിടയിലൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു. അതിനപ്പുറത്ത് മറ്റൊന്നും കാണാൻ കഴിയാത്ത ഒരുപാട് ജീവിതങ്ങൾ. നമ്മുടെ കുടുംബജീവിതങ്ങളെ അർത്ഥവത്താക്കിയിരുന്നത് ക്വാളിറ്റി ടൈം, ഒരുമിച്ചുള്ള സമയം. അപ്പനും അമ്മയും മക്കളും മുത്തശ്ശനും മുത്തശ്ശിയും ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്ന പ്രഭാത പ്രാർത്ഥനകൾ, ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്ന സായാഹ്ന പ്രാർത്ഥനകൾ, ചൂട്ടും കത്തിച്ച് കൊച്ചുബാലൻ
കൺവെൻഷന് വന്ന ഇന്നലകളെക്കുറിച്ച് അനിലാലച്ചൻ പറഞ്ഞപ്പോൾ അതിന് സമമായ ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അന്ന് അപ്പച്ചനും അമ്മച്ചിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു, അപ്പനും അമ്മയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, മരുമക്കളുണ്ടായിരുന്നു, കൊച്ചുമക്കളുണ്ടായിരുന്നു. ആരും പറഞ്ഞില്ല നാളെ പരീക്ഷയാണെന്ന്, ആരും പറഞ്ഞില്ല മറ്റുള്ളവർ വേറൊന്ന് ചെയ്യാനുണ്ടെന്ന്, ആരും പറഞ്ഞില്ല സീരിയലുണ്ട് ഇന്ന് കണ്ടില്ലെങ്കിൽ കഥ വിട്ടുപോകുമെന്ന്, ആരും പറഞ്ഞില്ല എനിക്ക് കളിയുണ്ട് IPL നടക്കുമ്പോഴാണോ നിന്റെ കൺവെൻഷൻ എന്ന്. പ്രിയമുള്ളവരെ, അന്ന് ഒരുമിച്ച് ചെലവഴിക്കേണ്ടുന്ന സമയം, അതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞൊരു തലമുറയുണ്ടായിരുന്നു. ഇന്നോ എൻ്റെ അപ്പനോടൊപ്പം ഒരുമിച്ചിരുന്നിട്ട് എത്ര നാളെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന മക്കളെ നമുക്കറിയാം. എൻ്റെ അമ്മയെ ഒന്ന് അടുത്ത് കിട്ടിയിട്ട് തുറന്നു പറയുവാൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് ഒന്ന് ഇരുന്ന് തുറന്നു പറയുവാൻ ശ്രമിക്കുമ്പോഴാണ് അമ്മ പറയുന്നത് സീരിയൽ നടക്കുന്നത് കണ്ടൂടെ എന്ന്. പിന്നെ എപ്പോഴാണ് സംസാരിക്കുന്നത്? അതിൻ്റെ ഇടയിൽ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ നിനക്ക് വല്ലതും പറയണമെങ്കിൽ പറയാം. അഡ്വർടൈസ്മെൻറ്റ് നടക്കുമ്പോൾ അമ്മ അടുത്ത സീരിയലിലോട്ട് പോകും. പിന്നെ എപ്പോഴാണ് ഞാനൊന്ന് സംസാരിക്കുക? അത് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ മക്കളുടെ വേദനയാണെന്ന് തിരിച്ചറിയുവാൻ നമുക്കാകാത്ത അവസ്ഥ, പരിഹരിക്കപ്പെടാത്ത കോപം ഇന്ന് അനേകം ബന്ധങ്ങളെ ശിഥിലമാക്കുകയാണ്. പിണക്കങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകാം. കോപം എല്ലാ ജീവിതത്തിലും സ്വാഭാവികമാണ്. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തി, കോപിച്ചാൽ എത്ര നേരമാകാം? അത് സൂര്യ അസ്തമനം വരെ മാത്രം. അടുത്ത ദിവസത്തേക്ക് ഒരിക്കലും നിങ്ങളുടെ കോപവുമായി എഴുന്നേൽക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തൽ. പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ സായന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നവർ നമുക്ക് പറഞ്ഞു തന്നൊരു യാഥാർത്ഥ്യം ഇന്നും നാം ഓർക്കുന്നുണ്ട്. അനാവശ്യ കാര്യത്തിന് വൈകുന്നേരമായപ്പോൾ ഒന്ന് പിണങ്ങി ഭർത്താവ് ഒരു വഴിക്ക്, ഭാര്യ ഒരു വഴിക്ക്, രണ്ടുപേരുടെയും മുഖം ബലൂൺ പോലെ വലുതായിരിക്കുകയാണ്. എത്ര നേരം അങ്ങനെ ഇരിക്കാൻ കഴിയും? രാത്രി ഭക്ഷണത്തിന് മുമ്പ് കുടുംബ പ്രാർത്ഥന ആ വീട്ടിൻ്റെ ചിട്ടയുടെ ഭാഗമാണ്. ഒരുമിച്ച് വന്ന് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഭാര്യ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഭർത്താവ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. പക്ഷേ കൈയടിച്ച് പാട്ടുപാടി തുടങ്ങി ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. രണ്ടാമത്തെ സ്റ്റാൻസ് ആയപ്പോഴേക്കും ബലൂൺ പോലെ വീർത്തിരുന്നത് സാധാരണ പോലെയായി. വേദപുസ്തകം വായിക്കേണ്ടുന്ന സമയമായപ്പോൾ അവർ അടുത്തിരുന്ന് ചിരിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച ആശീർവാദം പറയുമ്പോൾ കരങ്ങൾ പിടിച്ച് അവസാനിപ്പിക്കാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ പിണക്കങ്ങൾ. പക്ഷെ ചിലയിടങ്ങളിൽ ആ പിണക്കത്തെ വളരുവാൻ അനുവദിച്ച്, അകൽച്ചയായി അനുവദിച്ച് ബന്ധങ്ങളിൽ ശിഥിലതയുണ്ടാക്കുന്ന അവസ്ഥ. വർഷങ്ങൾക്ക് ശേഷം ചിലർ പറയാറുണ്ട്, അന്ന് ആ രാത്രി ഞാനൊന്ന് പോയിരുന്നെങ്കിൽ, ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, ഐ എം സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് തീരേണ്ടുന്ന ഒരു പ്രയാസമാണ്. ഇന്ന് ഞങ്ങളിതാ രണ്ടിടങ്ങളിൽ, ഞങ്ങളുടെ മക്കൾ പലയിടങ്ങളിൽ ആയിരിക്കുന്ന അവസ്ഥ. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചുമതല വഹിക്കുമ്പോൾ നമ്മുടെ ബാലികാ മന്ദിരത്തിലും ബാലഭവനുകളിലും അന്നൊക്കെ ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളാണ് വന്നിരുന്നതെങ്കിൽ ഇന്ന് വരുന്നതോ പലപ്പോഴും അപ്പനുമുണ്ട് അമ്മയുമുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളെ നോക്കാൻ അവർക്ക് കഴിയാത്ത അവസ്ഥകളുടെ കാരണത്തിലൊന്ന് അവർ ഒരുമിച്ചല്ല എന്നത് തന്നെയാണ്. ചില കുടുംബങ്ങളിലെ പ്രശ്നം പാരസ്പര്യത നഷ്ടപ്പെടുന്ന അനുഭവമാണ്. ചില സ്ഥലത്ത് വിമർശനമാണ്. ഒരു നല്ല വാക്ക് പോലും പറയുവാൻ അറിയാത്തൊരു ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കി കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ പറയും കാപ്പിയിൽ ഉപ്പില്ല എന്ന് പോലും പറഞ്ഞു കളയുന്ന ഭർത്താവ്. എന്തെങ്കിലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം വരാത്ത ഭർത്താവ്. അതുപോലെ തന്നെ എന്തെങ്കിലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ, ഒരു വിമർശനം പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരാത്ത ഭാര്യ. ക്രിറ്റിസിസം ഇസ് എ ഫോക്സ്. ഈ അനാവശ്യ വിമർശനം ചില കുടുംബത്തിൻ്റെ ഭദ്രതയെ തകർക്കുന്ന ഒരു കുറുക്കനാണ്. ഒരു കാപ്പിയുമായി ഭാര്യ കടന്നു വരുമ്പോൾ താങ്ക് യു, ഒരു വാക്ക്, നന്ദി എന്ന് പറയുവാൻ കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴില്ല. പക്ഷേ അത് ആ ചായയുമായി കൊണ്ടുവരുന്ന ഭാര്യയിൽ ഉണ്ടാക്കുന്നൊരു സന്തോഷമുണ്ട്. നല്ലൊരു ഭക്ഷണം ഒരുക്കിയതിന് ശേഷം ഏമ്പക്കം വിട്ടിട്ട് എഴുന്നേറ്റ് പോകാൻ ആർക്കും കഴിയും. പക്ഷേ ആ ഭക്ഷണം ഉണ്ടാക്കിയ ആളെ, അത് ഭാര്യയാകട്ടെ ഭർത്താകട്ടെ, ഒന്ന് അനുമോദിക്കുവാൻ, നല്ലതെന്ന് പറയുവാൻ, നന്ദി എന്ന് പറയുവാൻ മറന്നു പോകുന്ന ആ മറവിയുണ്ടല്ലോ, അതാണ് ചില ജീവിതങ്ങളിലെ കുറുക്കൻ.
forgetting to appreciate, forgetting to thank. നന്മ പറയുവാൻ കഴിയാതെ, നന്ദി പറയുവാൻ കഴിയാതെ അവസ്ഥ. തുലനം ചെയ്യലാണ്. അപ്പുറത്തെ വീട്ടിൽ നോക്കുക, അവരെ കാണുവാൻ, അവരുടെ യാഥാർത്ഥ്യങ്ങൾ കാണുവാൻ, അവരുടെ ഉള്ളിലുള്ള താലന്തുകളെ കാണുവാൻ കഴിയാത്ത അവസ്ഥ. ആ അവസ്ഥയുടെ അനുഭവത്തിൻ്റെ മധ്യേ ചിലയിടങ്ങളിൽ ആരോഗ്യ പ്രതിസന്ധികളാകാം, ചിലയിടങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികളാകാം. പക്ഷേ അഗ്നിക്കുഴിയിൽ വീണാലും സിംഹക്കുണ്ടിൽ വീണാലും വിടുവിക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട് എന്ന ബോധ്യം ആ കുടുംബങ്ങളിൽ വരുന്നതിന് പകരം തളർച്ചയുടെയും തകർച്ചയുടെയും അനുഭവത്തിൽ അതിർവരമ്പുകൾ ഇടുവാൻ മറന്നുപോയി ബാഹ്യ ഇടപെടലുകൾ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയുടെ മധ്യയാണ്, ക്ഷമിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളുടെ മധ്യേ, അപരനെ വിലമതിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളുടെ മധ്യേ ഒരുപാട് കുടുംബങ്ങൾ വേദനയുടെയും ആഴങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുന്നത്. പ്രിയരെ, വളരെ പ്രസക്തമാണ് ഈ ചോദ്യം. നമ്മുടെ കുടുംബജീവിതങ്ങളെ ഇന്ന് അലട്ടുന്നതായിട്ടുള്ള ചെറുകുറുക്കന്മാർ എന്തെല്ലാമാണ്? മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ജീവിതങ്ങളിലേക്കും തിരിഞ്ഞു നോക്കി, കർത്താവേ, ഈ തിന്മയിൽ നിന്ന്, ഈ കുറുക്കനിൽ നിന്ന് എൻ്റെ കുടുംബത്തെ നീ വിടുവിക്കണമേ, രക്ഷിക്കണമേ എന്ന് ദൈവ തിരുസന്നിധിയിൽ, ഉദ്ധിതന്റെ തിരുസന്നിധിയിൽ, എന്തിനു കരയുന്നു എന്ന് ചോദിച്ചരികെയെത്തുന്ന തിരുസന്നിധിയിൽ ഒരുമിച്ച് പാടുവാൻ നമുക്കായാൽ, കാഹള ശബ്ദങ്ങൾ കേൾക്കുന്ന വീണ്ടും വരവിൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, ഇവിടെ വിടുവിപ്പാൻ ശക്തനായൊരു ദൈവം, വീണ്ടെടുക്കുവാൻ ശക്തനായൊരു ദൈവം. പ്രിയരെ, സിംഹത്തിന്റെ മുഖമടച്ചൊരു ദൈവം, അഗ്നി വെന്തുപോകാതെ സൂക്ഷിച്ചൊരു ദൈവം, വിടുവിപ്പാൻ ശക്തനായൊരു ദൈവം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്ന് പ്രതിസന്ധികളുടെ മധ്യേ ഇയ്യോബ് പറയുകയും ആ വീണ്ടെടുപ്പുകാരനെ അനുഭവിച്ചറിയുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്താൽ നമുക്ക് കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു പുറത്താക്കി നമ്മുടെ മുന്തിരിത്തോട്ടങ്ങൾ പുഷ്പിക്കുവാൻ, അത് ഫലപുഷ്ടമാക്കുവാൻ കഴിയും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. മൂന്നാമത്തേത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മുടെ സഭകളെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ ഏതെല്ലാമാണ്? നമ്മുടെ സഭകളെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ ഏതെല്ലാമാണ്? വളരെ എളുപ്പമാണ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ വിരൽ ചൂണ്ടുവാൻ, മറ്റൊരാളാണ് കാരണക്കാരൻ എന്ന് പറയുവാൻ, ആരുടെയെങ്കിലുമൊക്കെ പേര് പറയുവാൻ. അതിനുള്ള അവസരമല്ല ചോദ്യം. അതൊരു സ്വയവിമർശനത്തിൻ്റെ ചോദ്യമാകണം, സ്വയവിലയിരുത്തലിൻ്റെ ചോദ്യമാകണം. നമ്മുടെ സഭകൾക്ക് ഇന്ന് എന്ത് സംഭവിക്കുന്നു? പ്രിയരെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ ആരാധിപ്പാൻ ആളില്ലാതെ സഭകൾ, 3ഉം 4ഉം സഭകൾ ഒരുമിച്ച് ചേർക്കപ്പെടുകയാണ്. ഈ സ്ഥലത്ത് വളർന്നു വന്ന സന്തോഷ് കുമാരച്ചൻ, ഞാൻ ശുശ്രൂഷ ചെയ്ത ഓസ്ട്രേലിയയിലെ അഡിലേഡ് ഇടവകയിലാണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. ആ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന ആ ദേവാലയത്തിന് അധികമല്ല ദൂരത്തല്ലാത്തൊരിടത്ത് ഒരു സഭ വിൽക്കപ്പെട്ടു. ആരും ആരാധിപ്പാൻ ഇല്ലാതെ വിൽക്കാൻ തീരുമാനിച്ചു, വിറ്റു. ഒരിക്കൽ ആ സ്ഥലം കാണുവാൻ പോയപ്പോൾ അതിൻ്റെ അരികിലുണ്ടായിരുന്ന വൃദ്ധനായൊരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിൽക്കുമ്പോൾ ആ കുരിശെങ്കിലും എടുത്ത് മാറ്റുവാനുള്ള മനസ്സ് കാണിക്കണം. കാരണം അത് വാങ്ങിയവർ മുകളിലേക്ക് കയറി ആദ്യം ചെയ്തത് ആ കുരിശിനെ ഉടച്ചു താഴേക്കെറിഞ്ഞു. അതിൻ്റെ നെഞ്ചത്ത് കുത്തിക്കയറുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറയുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ നാം എത്തിയിട്ടില്ല. പക്ഷേ അവർ നമ്മെ ഓർമ്മപ്പെടുത്തി, ഞങ്ങളുടെയൊക്കെ പരാജയം ആന്തരികമായ ഛിദ്രമായിരുന്നു. ഒരു സംസ്കാരവും ബാഹ്യമായുള്ള അക്രമത്താൽ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. എല്ലാ സംസ്കാരങ്ങളും സംസ്കൃതികളും നശിപ്പിക്കപ്പെട്ടത് ആന്തരികമായ അന്തഛിദ്രം കൊണ്ടാണ്. ഇന്റേണൽ ഡിവിഷൻസ്. സൂക്ഷിക്കുക. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ യുവാക്കളെ നിങ്ങളിൽ നിന്ന് അകറ്റുന്ന സ്വഭാവങ്ങൾ ചെറുകുറുക്കന്മാർ കാണുകയാണെങ്കിൽ വെച്ചു പൊറുപ്പിക്കരുത് എന്ന ഓർമ്മപ്പെടുത്തൽ. പ്രിയരെ, ആരാധനയുടെ ആഴങ്ങൾ നാം ആസ്വദിച്ചിരുന്ന ഇന്നലകൾ ദൈവ തിരുസന്നിധിയിൽ ഇന്നും അതേ ആസ്വാദനത്തോടെ ആസ്വാദിക്കുന്ന ഒരുപാട് പേരുണ്ട്. കൂട്ടായ്മ
ഈച്ച് ഫോർ ഓൾ, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി കരുതലിൻ്റെ വലിയ കോട്ട തീർക്കുന്ന സഭ ഇന്നും നമ്മുടെ സാക്ഷ്യമാണ്. സാക്ഷ്യം മിഷണറിമാർ ഈ പ്രതിസന്ധികളുടെ ഒക്കെ മധ്യേ 1000-ലധികം മിഷണറിമാർ കർത്താവിൻ്റെ ജീവിക്കുന്ന സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ കൺവെൻഷനൊടുവിലും ഇനിയും അയക്കുവാൻ, ഇനിയും പോകുവാൻ നാം തയ്യാറാകുന്നുവെന്ന് പറയുമ്പോഴും ആ ശുശ്രൂഷ, എത്രയെത്ര ശുശ്രൂഷ ഇടങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വന്ന് അവർ സ്കൂളുകൾ സ്ഥാപിച്ചു, ആശുപത്രികൾ സ്ഥാപിച്ചു, കലാലയങ്ങൾ സ്ഥാപിച്ചു, വിദ്യാലയങ്ങളുടെ വ്യത്യസ്ത തലങ്ങളിലുള്ളവ സ്ഥാപിച്ചു. ഇന്ന് ആ സ്ഥാപനങ്ങളെ നാം എന്താക്കി മാറ്റിയിരിക്കുന്നുവെന്ന് സ്വയം വിമർശനത്തോടെ ചോദിക്കുവാൻ നമുക്കാകണം. അതിനെ ഇന്നത്തെ അവസ്ഥയിലാക്കുന്ന കുറുക്കന്മാർ എന്ത് തരത്തിലുള്ള സ്വഭാവമാണ് എന്ന് നാം തിരിച്ചറിയുകയും വേണം. സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴോ സഭയുടെ അടിസ്ഥാനം എന്ത് എന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ താല്പര്യം തന്നെ ശ്രദ്ധിക്കണം. എനിക്കെന്ത് നേടുവാൻ കഴിയുമെന്നല്ല, എനിക്കെങ്ങനെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കാണുവാൻ കഴിയും എന്നതാണ് ചോദ്യം. മറ്റുള്ളവരുടെ വേദനകളെ കാണുവാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. എനിക്കെന്ത് നേടാൻ കഴിയുമെന്നല്ല, എനിക്കെന്ത് നൽകുവാൻ കഴിയും എന്നതിന് ചോദ്യം. യേശുദാസ് തിരുമേനിയോടൊപ്പം ലോകസഭയ്ക്ക് നേതൃത്വം നൽകിയ വില്യം ടെമ്പിൾ എപ്പോഴും ഓർമ്മപ്പെടുത്തി, ചർച്ച് ഇസ് ദി ഓർഗനൈസേഷൻ that should exist for its non-members. തങ്ങളുടെ അംഗങ്ങളല്ലാത്തവർക്ക് വേണ്ടി ജീവിക്കേണ്ടുന്ന ദൈവത്തിൻ്റെ സംഘമാണ് സഭ. അയൽക്കാരന് വേണ്ടി ജീവിക്കേണ്ടവർ, അന്യന് വേണ്ടി ജീവിക്കേണ്ടവർ, അകലെ ആയിരിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കേണ്ടവർ. നമ്മുടെ സഭകൾക്ക് ഇന്ന് എന്ത് സംഭവിക്കുന്നു? അച്ഛന്മാരാകുവാൻ നമ്മെ പഠിപ്പിച്ചു വിടുമ്പോൾ നമ്മെ പഠിപ്പിച്ചു വിടുന്ന ആദ്യത്തെ വാക്കാണ് പാസ്റ്ററൽ കെയർ. പാസ്റ്ററൽ കെയർ. കെയർ എന്ന വാക്ക് ഇംഗ്ലീഷ് പദം ഖാറ എന്ന ഗോത്തിക് വേരുകളിൽ നിന്നുള്ളൊരു പദമാണ്. ആ വാക്കിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്, ടു ക്രൈ വിത്ത്, കൂടെ കരയുക. കൂടെ കരയുക, അതാണ് ഒരു പട്ടക്കാരൻ്റെ ഉത്തരവാദിത്വം, പട്ടക്കാരൻ്റെ ദൗത്യം. മനുഷ്യൻ്റെ വേദനയിൽ അവരോട് ചേർന്ന് പങ്കുകാരാകുക, അവരുടെ ഏകാന്തതയിൽ കൈതാങ്ങാകുക, അവരുടെ സംഘർഷങ്ങളിൽ കൂടെയിരിക്കുക എന്ന അനുഭവം. അത് നമ്മുടെ മുന്നിലിരിക്കുന്ന മനുഷ്യരുടേതാകട്ടെ, പുറമേയുള്ള മനുഷ്യരുടേതാകട്ടെ, അയൽക്കാരുടേതാകട്ടെ, വേദനിക്കുന്ന മനുഷ്യൻ്റെ, കണ്ണുനീരിലായിരിക്കുന്ന മനുഷ്യൻ്റെ അരികിലെത്തുന്ന അനുഭവം. നമ്മുടെ എത്രയോ പട്ടക്കാർ അവരുടെ ശുശ്രൂഷ പൂർത്തിയാക്കി പോകുന്ന അവസ്ഥ നാം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പങ്കെടുത്ത ഒരു യാത്രയയപ്പിൽ ഒരു 16 വയസ്സുള്ള കൊച്ചു ബാലിക പറഞ്ഞതാണ്, ഞങ്ങളുടെ അച്ഛൻ വലിയൊരു പ്രസംഗകനല്ല, ഞങ്ങളുടെ അച്ഛൻ വലിയൊരു പാട്ടുകാരനല്ല, ഞങ്ങളുടെ അച്ഛൻ പ്രഗത്ഭനെന്ന് ലോകം പറയുന്നവനല്ല, പക്ഷേ എവിടെയൊക്കെ ഞങ്ങളുടെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടോ അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. എവിടെയൊക്കെ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ദ കെയറിംഗ് മിനിസ്ട്രി അത് പള്ളിയിലെ പട്ടക്കാരൻ്റെ മാത്രം ശുശ്രൂഷയല്ല, അത് സഭയുടെ ഡയോക്കനേറ്റിൻ്റെ, സഭയുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. കണ്ണുനീരൊപ്പുന്ന ശുശ്രൂഷ. ഇന്നൊരുപാടിടങ്ങളിൽ കണ്ണുനീർ കയങ്ങളിൽ വീണുപോകുന്ന അവസ്ഥകളുടെ മധ്യേ ആരുമില്ല, കൈ താങ്ങുവാൻ ആരുമില്ല, ഓടിയണയുവാൻ ആരുമില്ല, കണ്ണുനീരൊപ്പുവാൻ ആരുമില്ല എന്ന് പറയുന്ന അവസ്ഥ. മുതിർന്ന പട്ടക്കാരെ കാണുമ്പോൾ ഇന്നും നാം അറിയാതെ എഴുന്നേറ്റ് നിന്ന് അവരെ മാനിക്കുന്നതിന് കാരണം അവർ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമായിരുന്നുവെന്ന് നാം തിരിച്ചറിയുന്നത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശില ഒരുപാടിടങ്ങളിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രാർത്ഥന പായ മരിച്ചുപോയ വീടുകൾ ഒരുപാടാണ്. പ്രഭാതത്തിൽ ഒരുപക്ഷെ ഇവിടെ ആയിരിക്കുന്നതിൽ ഭൂരിപക്ഷം പേരും ഉണർന്നിരുന്നത് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒരുമിച്ച് പാടിയിരുന്ന പാട്ടുകൾ കേട്ടുകൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിലും അതുതന്നെയായിരുന്ന അവസ്ഥ. കാത്തു സൂക്ഷിച്ചിടുക, ഈ പകൽ എന്നെ കാത്തു സൂക്ഷിച്ചിടുക, കാത്തിയിടുക ദേവാ, സാത്താൻ്റെ അതിവല്ലാത്ത ചതിവിൽ വീഴാതെ കണ്ടേശുവേ നീ കാത്തു സൂക്ഷിച്ചിടുക എന്ന് പാടുന്ന പാട്ടായിരുന്നു നമ്മുടെ അലാറം. രണ്ടാമത്തെ പാട്ടാകുമ്പോഴേക്കും ഒരുമിച്ച് വന്ന് വീട്ടുകാരെല്ലാവരും എത്തുന്നതിന് ശേഷം പാട്ടുകൾ പാടി, വചനം വായിച്ച്, പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മാത്രം ദിവസം ആരംഭിച്ചിരുന്ന ഇന്നലകൾ
ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഈ പ്രാർത്ഥനകൾ എത്ര ഭവനങ്ങളിൽ ബാക്കിയുണ്ട്? തീന്മേശ ഒരുക്കിയതിന് ശേഷം എല്ലാവരും വന്നിരുന്ന്, അപ്പച്ചനും ഇരുന്ന്, അവസാനത്തെ വസ്തുവുമായി അമ്മ വന്ന് എല്ലാവരും ഒന്നിച്ചായതിനു ശേഷം നമ്മുടെ വീടുകളിൽ ഇരുന്നൊരു സ്തോത്രഗാനമുണ്ട്. സ്തോത്രമേശുവേ, സ്തോത്രമേശുവേ, ഈ ആഹാരം തന്ന വൻ കൃപയ്ക്കായി സ്തോത്രമേശുവേ. അപ്പച്ചൻ ഓർമ്മപ്പെടുത്തും, ഒരുപാട് പേർ പട്ടിണി കിടക്കുകയാണ് ഈ ലോകത്ത്. ഒരു ദിവസം ഒരു നേരം കൂടി ഭക്ഷണം തന്ന ദൈവത്തിന് നന്ദി കരേറ്റണം. ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ച് നമ്മെ വിട്ടിരുന്നവർ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്കായി കൂടി വരും. ദൈവത്തിന് സ്തോത്രം പറയുന്ന അനുഭവം. സ്തോത്രം പറയുന്ന അനുഭവത്തിൻ്റെ മധ്യേ ഉറങ്ങിത്തൂങ്ങുന്ന കൊച്ചുമകനെ തട്ടി ഉണർത്തി മുത്തശ്ശൻ ഒരിക്കൽ ചോദിച്ചു, മോനെ, ഉറക്കം സ്വാഭാവികമാണ്, പക്ഷേ നീ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നാളെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ എന്തൊക്കെ ബാക്കിയുണ്ടാകും? ഇന്ന് ദൈവം നിനക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എന്തിനൊക്കെ നീ നന്ദി പറഞ്ഞുവോ ആ കാര്യങ്ങൾ മാത്രമേ നാളെ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിൽ നീ എന്തിനൊക്കെ നന്ദി പറഞ്ഞു കാണും? പ്രിയരെ, നന്ദി പറയുവാൻ മറന്നുപോയ മനുഷ്യർ, സ്തോത്രം ചെയ്യുവാൻ മറന്നുപോയ മനുഷ്യർ, സ്തുതിക്കുവാൻ മറന്നുപോയ മനുഷ്യർ, പ്രാർത്ഥിക്കുവാൻ മറന്നുപോയ മനുഷ്യർ, ആരാധിക്കുവാൻ മറന്നുപോയ മനുഷ്യർ. സഭയ്ക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ പറയും, വേറെ ആരോ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വിമോചനം, ദൈവത്തിൻ്റെ വിടുതൽ നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. ആത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത എന്നൊക്കെ നാം പറയും. പക്ഷെ അതൊന്നും ജീവിതത്തിൽ പ്രതിഫലിക്കാതെ സ്നേഹത്തിന് പകരം ഇന്ന് പലയിടങ്ങളിലും വിദ്വേഷം നാം കാണുന്നില്ലേ? ഒരേ ഇടവകയിൽ ഒരുമിച്ചായിരുന്ന രണ്ട് മനുഷ്യർക്ക് പരസ്പരം മുഖത്ത് നോക്കുവാൻ കഴിയാത്ത ശത്രുതയ്ക്ക് കാരണം എന്തു തന്നെയായാലും ആ കാരണത്തെയാണ് കുറുക്കൻ എന്ന് നാം വിളിക്കേണ്ടത്, സഭയുടെ ശാപം എന്ന് നാം വിളിക്കേണ്ടത്. സഭയെ അതിൽ നിന്നും വിടുവിക്കണമേ, വിമോചനം ചെയ്യണമേ എന്ന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. സന്തോഷം കൂട്ടായ്മയുടെ സഭാജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയാകണമെങ്കിൽ ഒരുമിച്ച് നാം ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകമെന്ന് പാടിയിട്ട് ആ സന്തോഷം നമ്മുടെ മുഖത്ത് കാണാനില്ലെങ്കിലോ, ചിരി നഷ്ടപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ സഭയുടെ ഭാഗമാണെങ്കിലോ, കുറുക്കന്മാരെ സൂക്ഷിക്കുക. സമാധാനം ആത്മാവിൻ്റെ ഫലമാണ്. സമാധാനം സഭയുടെ ജീവിതമാകണം. സമാധാനം സഭയുടെ സാക്ഷ്യമാകണം. ആ സമാധാനത്തെ നഷ്ടപ്പെടുത്ത ചെറുകുറുക്കന്മാർ നമ്മുടെ പ്രാർത്ഥനാ വിഷയമാകണം. ദീർഘക്ഷമ, ദയ സഭയുടെ സ്വഭാവമാണ്. വേദനിക്കുന്ന മനുഷ്യർ. വില്യം പോൾ വാചാലൻ തിരുമേനിയെ കുറിച്ച് ഇന്നും നാം ഓർക്കുന്നത്, നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒട്ടുമിക്കതും സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തെക്കുറിച്ചൊരു ജീവചരിത്രം ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചു. LMS കോമ്പൗണ്ടിലെ പോളിയോ ഹോം, ബാലികാ മന്ദിരങ്ങൾ, എത്രയെത്ര ബാലികാ മന്ദിരങ്ങൾ. ആരും അനാഥരാക്കപ്പെടരുത്. അത് സഭയുടെ ഉത്തരവാദിത്വമാണ് അവരെ കരുതുക എന്നുള്ളത്. ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾ സംഭവിച്ചാൽ അവരെ കരുതുക എന്നത് സഭയുടെ ഉത്തരവാദിത്വമാണ്, സഭയുടെ ദൗത്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന നമ്മുടെ അപ്പനും അമ്മമാർ ഈ കുഞ്ഞുങ്ങളെ സന്ധിച്ചിരുന്നത് ആരാണ്? പ്രിയരെ, എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന, നാം തൊട്ട് കണ്ടു വളർന്നിട്ടുള്ള നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും. അവർക്കുണ്ടായിരുന്ന ഈ കുറഞ്ഞ വരുമാനത്തിൽ ഒരു പങ്ക് മാറ്റിവെച്ചാണ് 2 മക്കൾ ഉണ്ടായിരുന്നവർ മൂന്നാമതൊരാളെ കൂടെ കരുതുന്നുവെന്ന് പറഞ്ഞ് മൂന്നാമതൊരാളെ കരുതിയത്. എത്രയെത്ര കുഞ്ഞുങ്ങളാണ് അങ്ങനെ നമ്മുടെ കുടുംബങ്ങളാൽ സന്ധിക്കപ്പെട്ട് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്നത്. ആ അനുകമ്പ, ആ പരോപകാര മനസ്സ്, ആ ദയാമനസ്കത ഇന്ന് എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മുടെ ഡേ കെയർ സെൻ്ററുകളെല്ലാം അടച്ചുപൂട്ടി എന്നാണ് പറയുന്നത്. ബാലികാ മന്ദിരങ്ങളിലും ബാലഭവനുകളിലും ആളുകൾ ശുശ്രൂഷയുടെ മധ്യേ പ്രയാസപ്പെടുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഇന്നും സഭയിലെ ജനങ്ങൾ
അവരെ കരുതുവാൻ, താങ്ങുവാൻ, കൊടുക്കുവാൻ ഒരു അല്ലലുമില്ലാതെ, ഒരു മനസ്സുകുറവുമില്ലാതെ സന്ധിപ്പാൻ തയ്യാറുള്ള യാഥാർത്ഥ്യത്തിൻ്റെ മധ്യേ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഇന്ദ്രിയ ജയം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാകേണ്ടതിന് പകരം അത്യാഗ്രഹം, അത്യാർത്തി, സ്വജനപക്ഷപാതം എന്തെല്ലാം പരാജയങ്ങളാണ്. മറുവശത്ത് വ്യാജബോധ്യങ്ങൾ, തെറ്റായ പഠിപ്പീരുകൾ വർദ്ധിച്ചു വരികയാണ്. വിധിക്കാവിശ്വാസ പ്രമാണം നമ്മുടെ സഭാപിതാക്കന്മാർ ഒരുമിച്ചിരുന്ന് രേഖപ്പെടുത്തിയതിൻ്റെ 1700-ാം വർഷം നാം ആഘോഷിക്കുകയാണ്. എന്താണ് സഭയുടെ വിശ്വാസം? തെറ്റായ പഠിപ്പീരുകൾ പലതും ചുറ്റുവന്നപ്പോൾ അതല്ല, സഭയുടെ വിശ്വാസം ഇതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് പറഞ്ഞു തന്ന നമ്മുടെ അപ്പനമ്മമാർ മക്കൾക്ക് ആ വിശ്വാസത്തിൻ്റെ ആഴയും സത്തയും, കൺഫർമേഷൻ ക്ലാസ്സുകൾ 1 വർഷം പങ്കെടുത്തവരാണ് നമ്മിൽ അധികം പേരും. ഓരോ ദിവസവും ഈ നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ വാക്കിൻ്റെയും ആഴമായ അർത്ഥതലങ്ങൾ അന്വേഷിച്ചു തന്ന നമ്മുടെ അച്ഛന്മാരെ നമുക്ക് ഓർക്കാറുണ്ട്. കൺഫർമേഷൻ ക്ലാസ്സുകൾക്കൊക്കെ ഇന്നെന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യമാണ് വ്യാജബോധ്യങ്ങൾ, പഠിപ്പീരുകൾ നമ്മുടെ ചുറ്റും വർദ്ധിക്കുന്നതിന് കാരണം. തലമുറകളോടുള്ള ഉത്തരവാദിത്വം, ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ, ക്രിസ്തീയ വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങളെ മനുഷ്യരാക്കി തീർക്കുക, നല്ല മനുഷ്യരാക്കി തീർക്കുക, ജീവിതം എന്തെന്ന് പഠിപ്പിക്കുക. സൺഡേ സ്കൂളിനെ ക്രിസ്തീയ വിദ്യാഭ്യാസമായി രൂപാന്തരപ്പെടുത്തുമ്പോൾ ഞായറാഴ്ച ദിവസം രാവിലെ ആരാധനയ്ക്ക് ശേഷമുള്ള 1 മണിക്കൂറല്ല, ജീവിതം 7 ദിവസവും ഇടപെടുവാൻ കഴിയുന്ന മാതൃകാ വ്യക്തിത്വങ്ങളെ സൺഡേ സ്കൂൾ അധ്യാപകരാക്കി 7 ജീവിതങ്ങളെ ധൈര്യത്തോടെ സഭയ്ക്ക് അവരെ ഏൽപ്പിക്കാനാകണം. അവരെ വിശ്വാസത്തിൽ വളർത്തുവാൻ, അവരെ വിശ്വാസത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി മാറുവാൻ. അതിനേക്കാൾ ഉപരിയായി അന്ന് വളരെ വ്യക്തമായി നമ്മുടെ മുതിർന്ന പട്ടക്കാർ നമ്മെ പഠിപ്പിച്ചത് ജീവിത മാതൃകകളായി ജീവിച്ചു കാണിക്കുവാൻ കഴിയുന്ന സൺഡേ സ്കൂൾ അധ്യാപകർ. ഇന്ന് നമ്മുടെ സഭകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ദൈവവചനം പഠിക്കുന്ന വീടുകൾ, ദൈവവചനത്തിൽ അടിസ്ഥിതമായ ഭവനങ്ങൾ, അതായിരുന്നു സഭകളെക്കുറിച്ചുമുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. വചനം പഠിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നിടം ഒരു ചെറുപട്ടക്കാരനായി, യുവപട്ടക്കാരനായി ചുമതലയേറ്റ ഇടങ്ങളിലൊക്കെ ഞായറാഴ്ച ആരാധനയ്ക്കുള്ള അതേ താല്പര്യം ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ നടക്കുന്ന വേദപഠന ക്ലാസ്സുകൾക്കും അന്നുണ്ടായിരുന്നു. ഇന്നോ? അവസാനത്തെ ചോദ്യം ഇതാണ്, പ്രിയരെ, ഇന്നത്തെ സമൂഹത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ ഏതെല്ലാമാണ്? മതമൗലികവാദവും മതത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണവും നമ്മുടെ ചുറ്റും നാം കാണുമ്പോൾ മതമേതായാലും സ്നേഹത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, സൗഹൃദത്തിൽ ജീവിച്ചിരുന്നവരാണ് നാം. 71 വർഷക്കാലം കാഞ്ഞിരംകുളം കൺവെൻഷൻ നടന്നു. പക്ഷേ അത് ആരോടുമുള്ള വെറുപ്പിൻ്റെ സന്ദേശമായിരുന്നില്ല, സ്നേഹത്തിൻ്റെ സന്ദേശമായിരുന്നു. നമ്മുടെ അയൽക്കാർ, നമ്മുടെ കൂട്ടുകാർ അതിനാവശ്യമായ എല്ലാ സാഹചര്യവും ഒരുക്കി. ശബ്ദം അലോസരമാണെങ്കിൽ പോലും അവർ അതൊക്കെ സഹിച്ചു. ആ സ്നേഹബന്ധത്തിൻ്റെ ആഴങ്ങൾ ഇന്നൊരുപാടിടങ്ങളിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. സ്വാർത്ഥത മനുഷ്യജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പോലെ ലഹരി ഇന്നൊരുപാട് കുടുംബങ്ങളെ നശിപ്പിക്കുകയാണ്. പകയും വിദ്വേഷവും പുതിയ രൂപങ്ങൾ എടുക്കുകയാണ്. യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കി കൂട്ടുകയാണ് ലോകരാജ്യങ്ങൾ. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക യുദ്ധക്കോപ്പുകൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു ലോകം. പരിസ്ഥിതി പ്രശ്നങ്ങൾ വർദ്ധിച്ച് നാളെ ശ്വസിക്കുവാൻ ശുദ്ധവായു ഉണ്ടാകുമോ എന്ന്, കുടിക്കുവാൻ വെള്ളമുണ്ടാകുമോ എന്ന് അറിയാതെ ജീവിക്കുന്ന ഒരനുഭവം. ദാരിദ്ര്യം ചിലയിടങ്ങളിൽ വർദ്ധിച്ചു വരുമ്പോൾ പലായന സമൂഹങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ദേശങ്ങൾ വിട്ട് പലായനം ചെയ്യുന്ന ദേശാടന പക്ഷികൾ പോലെ പാറി നടക്കുന്ന ഒരുപാട് പേരുടെ അവസ്ഥ. സമൂഹത്തിൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി, മാനസിക ആരോഗ്യം, കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് ഒരുപാടിടങ്ങളിൽ പ്രതിസന്ധി തീർക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ മനുഷ്യനും ഇടയിൽ ഉയർത്തുന്ന മതിലുകൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്തതാണ്. ഫേസ്ബുക്കിൽ എനിക്ക് 5000 കൂട്ടുകാരുണ്ട്.
ഇൻസ്റ്റാഗ്രാമിൽ അതിനേക്കാൾ കൂട്ടുകാരുണ്ട്. പക്ഷേ ഒരാവശ്യം വന്നാൽ എൻ്റെ അരികിലെത്താൻ ഒരാൾ പോലുമില്ല എന്നത് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയാണ്. പ്രിയരെ, ഈ സാഹചര്യത്തിലാണ് ചെറുകുറുക്കന്മാരെ എങ്ങനെ നേരിടണം എന്ന് നാം തിരിച്ചറിയേണ്ടത്. പ്രാർത്ഥനയോടെ ഈ ചെറുകുറുക്കന്മാരെ അന്വേഷിപ്പിൻ. ഞാൻ പറഞ്ഞ ആ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയയാൾ എൻ്റെ മുന്തിരിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് അന്വേഷിച്ചതുപോലെ അന്വേഷിപ്പിൻ. എന്താണ് സംഭവിക്കുന്നത്? ഈ ചെറുകുറുക്കന്മാർ ജീവിതത്തെ താറുമാറാക്കുന്ന, അത് വ്യക്തി ജീവിതങ്ങളെ ആകട്ടെ, കുടുംബജീവിതങ്ങളെ ആകട്ടെ, സഭാജീവിതത്തെ ആകട്ടെ, സമൂഹ ജീവിതത്തെ ആകട്ടെ, താറുമാറാക്കുന്ന സ്വഭാവങ്ങൾ. വ്യക്തികളിലേക്ക് ആ ചിന്തകൾ നാം ചുരുക്കരുത്. സ്വഭാവങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. അവ സൃഷ്ടിക്കുന്ന നാശം നാം മനസ്സിലാക്കുക. നഷ്ടം നാം തിരിച്ചറിയുക. ആ നാശവും നഷ്ടവും ഒഴിവാക്കാവുന്നതാണ് എന്ന് മാത്രമല്ല, ഒഴിവാക്കേണ്ടതാണ് തലമുറകൾക്ക് വേണ്ടി എന്ന ബോധ്യം. അത് തലമുറകൾ തീർക്കേണ്ട പ്രശ്നമല്ല, നാം ഇന്ന് തീർക്കേണ്ട പ്രശ്നമാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, നാം ഈ ചെറുകുറുക്കന്മാരെ കണ്ടെത്തുകയും എൻ്റെ ദൈവമേ വിടുവിക്കണമേ എന്ന് പറയുകയും ചെയ്യേണ്ടത്. ദ പോസം മാൻ, മെൽബണിൽ, ഓസ്ട്രേലിയയിൽ ഞാൻ ചുമതല വഹിക്കുമ്പോൾ ആ പള്ളിയിലൊരു പ്രശ്നം മരപ്പട്ടിയാണ്. പള്ളിയുടെ മേല് നിറച്ച് മരപ്പട്ടികളാണ്. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഒരു പോസം മാൻ ഉണ്ട്, മരപ്പട്ടിയെ പിടിക്കുന്നയാൾ. അയാൾക്ക് ഒരു കൊട്ടേഷൻ കൊടുത്താൽ അയാൾ വന്ന് മരപ്പട്ടികളെയൊക്കെ പിടിക്കും, കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം ഒരാൾ വന്നു മരപ്പട്ടിയെ പിടിക്കാൻ. അയാൾ എല്ലാ മരപ്പട്ടികളെയും പിടിച്ചു. എല്ലാം പിടിച്ച് അയാളുടെ വണ്ടിക്കുള്ളിലാക്കിയതിന് ശേഷം എന്നോട് പറഞ്ഞു, ഫാദർ, ഈ മരപ്പട്ടികൾക്കൊരു സ്വഭാവമുണ്ട്. എത്ര ദൂരെ കൊണ്ട് കളഞ്ഞാലും അത് പൂച്ചയെ പോലെയാണ്. 2 ദിവസത്തിനകം അത് തിരിച്ചു വരും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൊണ്ടുപോകും, പക്ഷെ തിരിച്ചു വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്, എവിടെയൊക്കെയാണ് അത് അകത്ത് കയറാതിരിക്കാൻ അടയ്ക്കേണ്ടതെന്ന്, അത് വീടിനുള്ളിൽ കയറുന്നുവെങ്കിൽ ആ വഴികൾ ഏതൊക്കെ അടയ്ക്കേണ്ടത് എന്തൊക്കെയാണെന്ന് മുൻകരുതുകൾ നിങ്ങൾ എടുത്തില്ല എങ്കിൽ ഈ കുറുക്കന്മാർ, ഈ മരപ്പട്ടികൾ തിരിച്ചു വരുമെന്ന്. നിങ്ങളുടെ ജീവിതങ്ങളെ, നിങ്ങളുടെ വിളവുകളെ രക്ഷിക്കുക. അതുകൊണ്ടാണ് പ്രിയരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടുന്ന സ്നേഹത്തെക്കുറിച്ച് ഇന്ന് നാം വായിച്ചത്. പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ, ആ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, അത് സ്പർദ്ധിക്കുന്നില്ല. ഞാൻ മാത്രമാണ് ശരി, അത് നിഗളിക്കുന്നില്ല. അത് സഹോദരനെ കാണുമ്പോൾ ചീർക്കുന്നില്ല. അത് അയോഗ്യമായി നടക്കുന്നില്ല. അത് ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എന്താണ് ഈ സ്നേഹത്തിൻ്റെ സ്വഭാവം? എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. ഈ സ്നേഹം അത് ഒരു നാളും ഉതിർന്നു പോകാത്ത സ്നേഹമാണ്. ഈ രാത്രി അതുകൊണ്ട് തന്നെ നാം ഓർമ്മപ്പെടുത്തപ്പെട്ടത്, പ്രിയരെ, 4 ശ്രദ്ധേയമായ ചോദ്യങ്ങളോടൊപ്പം 4 കാര്യങ്ങൾ. 1, നമ്മുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂക്കാറായിരിക്കുന്നു. നമ്മുടെ മുന്തിരിത്തോട്ടങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ ദൈവാനുഗ്രഹത്താൽ ദൈവ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം ഉയരേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ദൈവ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം ലോകമുമ്പാകെ സാക്ഷ്യമാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഭാജീവിതങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തിന് മുമ്പാകെ വലിയൊരു സാക്ഷ്യമായി മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമൂഹം സ്നേഹത്തിൻ്റെ സാഗരമായി മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂക്കാറായിരിക്കുന്നു. എന്നാൽ ചെറുകുറുക്കന്മാർ, മുന്തിരിത്തോട്ടങ്ങളെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ, അതെത്ര ചെറിയ സ്വഭാവം തന്നെയാകട്ടെ, ചെറിയ പാപങ്ങളാകട്ടെ, ചെറിയ സ്വാധീനങ്ങളാകട്ടെ, ആ ചെറുകുറുക്കന്മാരെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. ആ ചെറുകുറുക്കന്മാർ സാരമില്ല എന്ന് കരുതിയാൽ അത് വളരും, അത് വലുതാകും, അത് സർവവും ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ, നേരത്തെ തന്നെ ഈ ചെറുകുറുക്കന്മാരെ, മുന്തിരി വള്ളികളെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ പിടിച്ച് കൊണ്ട് കളവിൻ. ദൈവം എന്താണോ നട്ടിരിക്കുന്നത്
അത് നശിപ്പിക്കുവാൻ ഒരു കുറുക്കനെയും അനുവദിക്കരുത്. ദൈവം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ എന്താണോ നട്ടിരിക്കുന്നത് അത് തളിർക്കുവാൻ, പുഷ്പിക്കാൻ, ഫലം കായ്പാൻ അനുവദിപ്പിൻ. ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്ത് വിത്തുകളാണോ പാകിയിരിക്കുന്നത് അത് തളിർക്കുവാൻ, വളരുവാൻ, ഫലം കായ്പാൻ അനുവദിക്കുവിൻ. ദൈവം നമ്മുടെ സഭയിൽ എന്തു തരത്തിലുള്ള വിത്തുകളാണോ പാകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയായി വ്യാപരിപ്പാൻ, ഈ സഭകൾക്ക് നേതൃത്വം നൽകിയവർ മഹാനായ ഒരു പോപ്പിന് നാം യാത്രാമൊഴി നൽകിയൊരു ദിവസമാണ്. പുതിയൊരാളെ തിരഞ്ഞെടുക്കുവാൻ ഒരുങ്ങുകയാണ്. ലോക നേതൃത്വം നല്ല നേതൃത്വത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഒരുമിച്ച് ആ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ദൈവമേ, ഈ സമൂഹത്തെ സ്നേഹത്തിൻ്റെ ഒരു സമൂഹമാക്കി വാർത്തെടുക്കണമേ. രക്ഷകനെ രക്ഷിക്കണമേ. ഉദ്ധിതനെ, ഉത്ഥാനം ചെയ്തവനെ, ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഉത്ഥാനം ചെയ്യുവാൻ ക്രിസ്തു നൽകുന്ന രക്ഷയുടെ ആഴവും പൊരുളും അത് വ്യക്തിജീവിതത്തെ പാപത്തിൽ നിന്നും വിടുവിക്കുന്ന അനുഭവം മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ വ്യക്തിജീവിതങ്ങളിലും, കുടുംബജീവിതങ്ങളിലും, സഭാജീവിതങ്ങളിലും, സാമൂഹ്യ ജീവിതത്തിലും വന്നുപെട്ടിരിക്കുന്ന പാപത്തിൻ്റെ കുറുക്കന്മാരെ മുഴുവനും കഴുകിക്കളയുന്ന പുണ്യാഹ രക്തത്തിൻ്റെ ഒഴുക്കലുണ്ടായി ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനായി അരികിൽ വരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക, കുറുക്കന്മാരെ സൂക്ഷിക്കുക, കുറുക്കന്മാരിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക, ആ രക്ഷയെ ആസ്വദിക്കുക.